UDF സർക്കാരിൽ ഇപ്പോൾ തിളങ്ങുന്ന മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് ആരായിരിക്കും? മുഖ്യമന്ത്രിക്ക് എത്ര മാർക്ക് വരെ കൊടുക്കാം അഭിരാമി? മെയ് 18-നാണ് വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള UDF സർക്കാർ അധികാരം ഏറ്റെടുത്തത്. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ജൂൺ അവസാനമാണ്. ആ ഒരു നിലക്ക് നോക്കിയാൽ ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഒരിക്കലും ഒരു വിലയിരുത്തലിന് പോലും പ്രസക്തി ഇല്ലെങ്കിലും ചില കാര്യങ്ങൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അതെന്തായാലും പറയാം. മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെയും എല്ലാം ചിറകിലേറി മുഖ്യമന്ത്രി കസേരയിൽ ലാൻഡ് ചെയ്ത വി.ഡി. സതീശന്റെ ഇമേജ് എന്തായാലും ഈ ഒരു ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ തവിടുപൊടിയായിട്ടുണ്ട്. അതിലെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് നിയമസഭയിൽ നാം കണ്ടിരിക്കുന്നത്. കുട്ടനാട് MLA-യും UDF ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന്റെ നേതാവായ റജി ചെറിയാൻ അവതരിപ്പിച്ച സബ്മിഷന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ നൽകിയ മറുപടിയും പിന്നാലെ അദ്ദേഹം നടത്തിയ പ്രതികരണവും പുറത്തു വന്നത് മുഖ്യമന്ത്രിയുടെ മനസ്സിലിരിപ്പ് മാത്രമല്ല, ആരാണ് സതീശൻ എന്നതുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. ഈ അന്യൻ സിനിമയില് വിക്രം ചെയ്ത കഥാപാത്രത്തെ പോലെ നിമിഷങ്ങൾക്കുള്ളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നിലപാടും ഭാവവും മാറുന്നത് ഈ പൊതുസമൂഹത്തിന് മുമ്പിൽ തുറന്നു കാട്ടിയിരിക്കുന്നത് CPM MLA ആയിട്ടുള്ള KU ജനീഷ് കുമാറാണ്. ഈ ഒരു ഒറ്റ സംഭവത്തോടെ നാണം കെട്ട അവസ്ഥയിലാണ് നമ്മുടെ മുഖ്യൻ ഇപ്പോഴുള്ളത്. ഇങ്ങനെ നിലപാട് മാറ്റുന്ന ഈ മുഖ്യനെ എങ്ങനെ വിശ്വസിക്കുമെന്ന ചോദ്യം ഭരണപക്ഷ MLA-മാരിലും പ്രകടമാണ്. ഈ പറഞ്ഞത് അത്രയും വെടിപ്പായിട്ട് പുറത്തു വന്ന സ്ഥിതിക്ക് ഒടുവിൽ മൈക്ക് ചതിച്ചാശാനെ എന്ന് വിലപിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഈ മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി തേടിയ റജി ചെറിയാന്റെ ആവശ്യം തള്ളിക്കളയാനാണ് മുഖ്യമന്ത്രിയുടെ ഉദ്ദേശമെങ്കിൽ അത് സഭയിൽ മറുപടി പ്രസംഗത്തിലൂടെ തന്നെ നൽകണമായിരുന്നു. അതാണ് മുഖ്യമന്ത്രിക്ക് ചേർന്ന മാന്യത. എന്നാൽ അതല്ല ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ആവശ്യം പരിശോധിച്ച് തീരുമാനിക്കുമെന്ന മറുപടി നൽകിയതിന് ശേഷം തൊട്ടടുത്തിരുന്ന മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയോട് ഒരു കാരണവശാലും അവധി കൊടുക്കില്ല എന്നാണ് മുഖ്യൻ മൊഴിഞ്ഞിരിക്കുന്നത്. ഇതാണ് സഭാ TV-യിൽ നിന്നും പൊക്കി CPM MLA ഫേസ്ബുക്കിൽ ഇട്ടിപ്പോൾ നാട്ടിച്ചിരിക്കുന്നത്. ഈ ഒരു സംഭവം പെരുമാറ്റത്തിന്റെ കാര്യത്തിലാണെങ്കിൽ നയപരമായ കാര്യങ്ങളുടെ അവസ്ഥയും അതിദയനീയമാണ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള തീരുമാനം ഇതിനകം തന്നെ ഭരണപക്ഷത്ത് തന്നെ വലിയ എതിർപ്പിന് കാരണമായിട്ടുണ്ട്. അതുപോലെ തന്നെ PM ശ്രീ പദ്ധതി നടപ്പാക്കാനുള്ള തീരുമാനവും UDF നയത്തിനെതിരായി. ഈ കരിമണൽ ഖനനം നടത്തുമെന്ന് പറഞ്ഞതും എല്ലാം മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനത്തിനാണ് കളമൊരുക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിലെ മുഖ്യമന്ത്രിയുടെ നിലപാടും ചോദ്യം ചെയ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിഷയങ്ങളിൽ ഇടപെട്ട് VM സുധീറിനെ പോലുള്ളവരും മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട് എന്നതും ഈ ഒരു ഘട്ടത്തിൽ എന്തായാലും പറയാതിരിക്കാൻ കഴിയില്ല. സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പിന്തുണച്ച് അന്തിച്ചർച്ചകൾ നടത്തിയിരുന്ന മാധ്യമങ്ങൾ എന്തായാലും അദ്ദേഹത്തെ കൈവിട്ട അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. സതീശനെ പിന്തുണച്ച മുസ്ലിം ലീഗും ഇപ്പോൾ വെട്ടിലായ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ആകെ മൊത്തം UDF തന്നെ കലങ്ങി മറിഞ്ഞിട്ടുണ്ട് എന്നത് എന്തായാലും വ്യക്തമാണ്. ഒടുവിൽ കലങ്ങി തെളിയുമ്പോൾ ഇനി സതീശൻ മുഖ്യമന്ത്രി കസേരയിൽ ഉണ്ടാകുമോ എന്നതാണ് നമ്മളെല്ലാവരും കണ്ടറിയേണ്ടത്. അധികാരം ഏറ്റെടുത്ത് ഇത്രയും ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ കെട്ടിപ്പൊക്കിയ സകല ഇമേജും നഷ്ടപ്പെട്ട മറ്റൊരു മുഖ്യമന്ത്രിയും നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ എന്തായാലും ഉണ്ടായിട്ടില്ല എന്ന കാര്യത്തിൽ എനിക്ക് എന്തായാലും ഒരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കിടലൊക്കെ നമുക്കൊരു 6 മാസം കഴിഞ്ഞിട്ട് നൽകുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത്രയും ദിവസത്തിനുള്ളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മന്ത്രി ആരാണ് എന്ന ചോദ്യത്തിനുള്ള എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം. ഈ രാഷ്ട്രീയ കക്ഷി ഭേദമന്യേ മിക്കവാറും എല്ലാവർക്കും ഇതേ അഭിപ്രായമാകാൻ തന്നെയാണ് സാധ്യത. അത് മറ്റാരുമല്ല, ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല തന്നെയാണ്. ഈ മുഖ്യമന്ത്രിക്കായുള്ള ഓട്ടത്തിൽ വി.ഡി. സതീശന് മുമ്പിൽ അടിപതറിയെങ്കിലും മന്ത്രിസഭയിലെ മുഖ്യമന്ത്രിയെയും പിന്തള്ളി മികച്ച പ്രകടനമാണ് രമേശ് ചെന്നിത്തല കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ലഹരി മാഫിയക്കെതിരായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ വലിയ ഇമ്പാക്ട് ഇതിനകം തന്നെ നാട്ടിലെല്ലാം സൃഷ്ടിച്ചിട്ടുണ്ട്. അതിന്റെ ക്രെഡിറ്റ് പൂർണ്ണമായും പോലീസ് മന്ത്രിക്ക് തന്നെയാണ് കൊടുക്കേണ്ടത്. അക്കാര്യത്തിൽ എനിക്ക് എന്തായാലും യാതൊരുവിധ സംശയവുമില്ല.